നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ വലിയവനായ ദൈവം സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾക്ക് റോമാലേഖന പഠനം കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്ന് നമ്മൾ 8-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ചിന്തിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തിരുവചനം നമ്മൾ പഠിച്ചു. നമ്മൾ ഏത് ലെവലിൽ ജീവിക്കണം, അതിന്റെ 8-ാം അധ്യായം നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മാവിലുള്ള ജീവിതം നയിക്കേണ്ടിയവരാണ്. ആത്മാവിന്റെ നിറവോടുകൂടി നാം ജീവിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണ നിയന്ത്രണത്താൽ നാം നയിക്കപ്പെടുന്നവരായി മാറണം. ഇത് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണമിടയായി. അപ്പൊ ആത്മാവിലുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ആകയാൽ ക്രിസ്തു യേശുവിൽ കൂടി ജീവിക്കുന്നവർ വചന പ്രമാണം ജീവിക്കുകയും അവർക്ക് പാപജഡത്തിൽ നാം ജഡത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഈ പാപജഡത്തിൽ ജീവിക്കുമ്പോൾ ഈ ശരീരം ബലഹീനമാകും, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ പ്രതികൂലങ്ങൾ ഉണ്ടാകും. എന്നാൽ ആത്മാവിനെ അനുസരിച്ചു നടക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നാം എന്തായി മാറുകയാണ്? ദൈവ മക്കളായി മാറുകയാണ്. ഈ റോമാലേഖനത്തിൽ ആദ്യത്തെ 7 അധ്യായങ്ങളിൽ സുവിശേഷത്തിന്റെ പശ്ചാത്തലവും അടിസ്ഥാനവും പൗലോസ് നമുക്ക് നൽകി. ഈ 8-ാം അധ്യായത്തിലെ പൗലോസ് സുവിശേഷം അത് യഥാർത്ഥത്തിലുള്ള സുവിശേഷം തന്നെയാണ് നൽകി തരുന്നത്. അപ്പോൾ ഒരു ദൈവ പൈതലായിരിക്കുക എന്നാൽ എന്താണ് ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു ദൈവ പൈതലായിരിക്കുന്നവർ എങ്ങനെ ആയിരിക്കണം? അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. അവർക്ക് ജഡത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ അനുവാദം ലഭിച്ചിട്ടില്ല. അതാണ് പൗലോസ് ഈ അധ്യായത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സുവിശേഷം തന്നെയാണ് ഈ 8-ാം അധ്യായത്തിൽ. ആമേൻ. യഥാർത്ഥത്തിൽ സുവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ ഉള്ളം കൊടുക്കുക, യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം ജീവിക്കുക. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നവൻ ദൈവാത്മാവിനെ അനുസരിക്കുകയും ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യരായി തീരുകയും ചെയ്യുന്നില്ല. ജഡത്തിന്റെ ചിന്ത എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു, മരണമാണെന്ന് ചിന്തിച്ചല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടെ പൗലോസ് പറയുകയാണ്, നാം എന്തെല്ലാം യാഗങ്ങൾ നടത്തിയാലും നേർച്ച കാഴ്ചകൾ നടത്തിയാലും ഏതെല്ലാം നിലകളിലൂടെ പോയാലും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ ആമേൻ നാം ദൈവത്തിനുള്ളവരാകത്തില്ല. പാപസ്വഭാവത്താൽ നാം ജീവിക്കുകയാണ്. എന്നാൽ പൗലോസ് വീണ്ടും ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പാപസ്വഭാവം നാം നിയന്ത്രിക്കപ്പെട്ടവരായി ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മിൽ അധിവസിച്ചിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിന് നാം വിധേയപ്പെട്ടവരായി ജീവിച്ചാൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവം നമ്മെയും ഉയർപ്പിക്കുവാൻ മതിയായവനായി നമ്മോട് കൂടെ ഇരിക്കും. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഹല്ലേലൂയ ഒരു ആശയിൽ നമ്മെ കൊണ്ടെത്തിക്കുകയാണ്. നമുക്ക് ഒരു പ്രത്യാശ നൽകി തരികയാണ്. നമുക്ക് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് വരുവാനിരിക്കുന്ന നിത്യതയിൽ ഒരു തേജസ് ലഭിക്കുവാനുണ്ട്. അത് നാം മക്കളായി തീരുന്നുവെങ്കിൽ അവകാശികളാണ്. അങ്ങനെയെങ്കിൽ ഈ അവകാശികൾക്ക് വരുവാനിരിക്കുന്ന നിത്യതയിൽ ആമേൻ ഒരു തേജസ് നൽകപ്പെടുവാനായിട്ടുണ്ട്. അതാണ് നാം ഇന്ന് 8-ാം അധ്യായത്തിന്റെ ആമേൻ അതിന്റെ 17-ാം വാക്യം വരെയാണ് പഠിച്ചത്. അതിനി ഇപ്പോൾ ഞാൻ വിവരിച്ചു പറയുന്നില്ല. അതിന്റെ 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം ഇന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അധികം ചിന്തിപ്പാൻ സമയമില്ല. ഇവിടെ ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു,
17-ാം വാക്യം കൂടി ഞാനൊന്ന് ചേർത്ത് വായിച്ചിട്ട് 18-ാം വാക്യം വായിക്കാം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടി കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പോൾ നമുക്കൊരു തേജസ്കരണമുണ്ട്. തേജസ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ അവകാശികളായി തീർന്ന് ദൈവത്തോട് കൂടെ നാം അവനോട് കൂടി കഷ്ടം അനുഭവിക്കണം. അവന്റെ മരണ പുനരുത്ഥാനത്തിന് നാം സാദൃശ്യം വഹിക്കുന്നവരായി മാറണം. അങ്ങനെയായി തീർന്നാൽ 18-ാം വാക്യത്തിൽ വരുമ്പോൾ ഒരു പൗലോസിന് ക്ലാസ് അവിടെ വെച്ചിരിക്കുക. നമുക്ക് തരുവാനിരിക്കുന്ന ഒരു നല്ല അനുഗ്രഹത്തെ കുറിച്ച് പൗലോസ് അവിടെ പറയുകയാണ്. പ്രൈസ് ലോർഡ്. എന്താണ്? വായിക്കട്ടെ വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രൈസ് ദ ലോർഡ്. പൗലോസ് തന്റെ ജീവിതത്തിൽ വളരെ കർക്കശക്കാരനായിരുന്നു. ജീവിതം എങ്ങനെ നയിക്കണമെന്ന് യഥാർത്ഥത്തിൽ ഈ 8-ാം അധ്യായത്തിലൂടെ പൗലോസ് ആമേൻ അവിടെ റോമ വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഇവിടെ റോമ വിശ്വാസികളെ ഇത് പഠിപ്പിക്കുമ്പോൾ നമ്മെയും കൂടിയാണ് ഇത് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, പൗലോസ് സഹിച്ചതുപോലുള്ള ദുരിതങ്ങൾ തന്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, അത് പറയുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടം, ഹല്ലേലൂയ, സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ ചില സാരമായ കഷ്ടങ്ങൾ അനുഭവിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ഭാഗം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അല്ലേ? ഞാൻ ഇച്ചിരി കഷ്ടം അനുഭവിച്ചു, അത് ഞാൻ സാരമില്ല എന്ന് എണ്ണുന്നു. എന്തൊക്കെയാ അവൻ സഹിച്ച കഷ്ടങ്ങൾ? പൗലോസിനെ സംബന്ധിച്ച് സഹിച്ച കഷ്ടങ്ങൾ നിസ്സാരമായ കഷ്ടങ്ങളല്ല. പലപ്പോഴും ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ചില കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ കഷ്ടങ്ങൾ എന്താ, അല്ലേ? നമ്മുടെ കഷ്ടങ്ങൾ ആരെങ്കിലും നമ്മളെ ഒന്ന് നോക്കി നമ്മൾ 2 അന്യഭാഷ പറയുന്നതിനെ മാറി നിന്ന് കുറ്റം പറയുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ കഷ്ടങ്ങൾ എന്താണ്? നമ്മൾ ചോദിച്ച പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ അമേരിക്കക്ക് വിടണമെന്ന് പറഞ്ഞിട്ട് അത് ലഭിച്ചില്ല. ആമേൻ. UK വിടണമെന്ന് പറഞ്ഞിട്ട് അത് ലഭിച്ചില്ല. അല്ലെ മകനെ ഡോക്ടർ ആക്കണമെന്നുള്ളത് നമുക്ക് സാധിച്ചില്ല. ഇതൊക്കെയായിരിക്കാം നമ്മുടെ കഷ്ടങ്ങൾ. ഇല്ലേ നാം ഉദ്ദേശിച്ച ഭവനം നമുക്ക് ലഭിച്ചു കാണത്തില്ല. ഇല്ലേ നാം ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ ലഭിച്ചു കാണത്തില്ല. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിലെ കഷ്ടങ്ങളെ താൻ നിരത്തി വെക്കുന്നത് തന്റെ ആമേൻ അനുഭവം മറ്റുള്ളവരെ കൊണ്ട് തന്റെ ജീവിതത്തിൽ സഹതാപം പിടിച്ചു പറ്റുവാനല്ല, മറിച്ച് തന്റെ ലേഖനങ്ങളിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നറിയാമോ? വരുവാനിരിക്കുന്ന ഒരു മഹത്വം, തന്നിൽ വെളിപ്പെടുവാനുള്ള തേജസ്, അത് എങ്ങനെ തനിക്ക് വെളിപ്പെടുമെന്നും അത് ലഭിക്കണമെങ്കിൽ ആമേൻ അതേ റോമ വിശ്വാസികൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ആമേൻ ഇന്നത്തെ എനിക്ക് നിങ്ങൾക്കും ആമേൻ വരുവാനിരിക്കുന്ന ഒരു നിത്യതയിൽ ഒരു തേജസ് ലഭിക്കുവാനുണ്ട്. ആ തേജസ്സിൽ എനിക്ക് നിങ്ങൾക്കും ചിലതൊക്കെ പ്രാപിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒത്തുവരുത്തമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചാൽ അത് സാധ്യമാകത്തില്ല. അത് മനസ്സിലാക്കി തരേണ്ടതിനാണ് പൗലോസ് തന്റെ അനുഭവ സാക്ഷ്യം ഇവിടെ പങ്കിടുന്നത്. നമുക്ക് ഒന്ന് വായിക്കാം. 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വേദഭാഗം ഒന്ന് വായിക്കാം. ആരെങ്കിലും ശബ്ദം ഉയർത്തി ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 4 മുതൽ 10 വരെയുള്ള വേദഭാഗം. ഇടത്തേക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുന്നു. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും
ദുഷ്കീർത്തി സങ്കല്പങ്ങളും അനുഭവിച്ചും ചതിയന്മാരായിരുന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ, ദുഃഖിതന്മാരെങ്കിലും സന്തോഷിക്കുന്നവർ, ദരിദ്രന്മാരെങ്കിലും പലരെയും സമ്പന്നർ ആക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പൗലോസ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചിലത് സഹിക്കണം, അങ്ങനെയെങ്കിൽ കൂടെ വാഴും. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച കുറിവാക്യം വിട്ടുപോകരുത്. എന്താണ് വായിച്ചത്? നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ തന്റെ കഷ്ടത്തിന്റെ ഒരു നിര അവിടെ പറഞ്ഞത് 4-ാം വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായി ഇറങ്ങി തിരിച്ചിട്ട്, ദൈവവേലയ്ക്ക് വേണ്ടി വിളി കേട്ട് ഇറങ്ങി തിരിച്ചിട്ട് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളിപ്പ്, പട്ടിണി, നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാ, ആമേൻ, നിർവ്യാജ സ്നേഹം, സത്യവചനം, ആമേൻ, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാന അപമാനങ്ങളും ദുഷ്കീർത്തി, ആമേൻ, അതേ അനുഭവിച്ചും ചതിയന്മാരെന്നിട്ടും, ആമേൻ, സത്യവാന്മാർ ആരും ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിയുമ്പോൾ തന്റെ ഹൃദയം പൊട്ടുകയല്ലേ. എത്ര മാത്രം കഷ്ടങ്ങൾ ആമേൻ ഒരു ശുശ്രൂഷകൻ അനുഭവിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരും, ബുദ്ധിമുട്ടുണ്ടാകേണ്ടി വരും, ഉറക്കളക്കേണ്ടി വരും. ഇന്ന് എത്ര പേര് ഇതൊക്കെ സഹിക്കുന്നുണ്ട്? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട്, വേണ്ട, വിശ്വാസിയായി ഇറങ്ങിയിട്ട്, ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഉരുത്തിരിഞ്ഞു വെച്ചിട്ട് കഷ്ടത, ഹല്ലേലൂയ, അനുഭവിപ്പാൻ മനസ്സില്ലാത്ത അവസ്ഥയിലേക്ക് ആമേൻ ഈ നൂറ്റാണ്ടിലെ സുവിശേഷം എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പ്രോസ്പെരിറ്റിയാണ് പ്രസംഗിക്കുന്നത്. യേശു ക്രിസ്തു കടന്നുപോയ കഷ്ടം, കർത്താവിന്റെ അപ്പോസ്തലന്മാർ കടന്നുപോയ കഷ്ടതയുടെ ബാധ ഇന്ന് ആർക്കും കേൾക്കണ്ട, അതൊന്നും ആർക്കും അനുഭവിക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവരെ, ബഹു കഷ്ടങ്ങൾ അവരനുഭവിച്ചു, ബഹുശോധനകൾ, അടി, ഇടി, ദാരിദ്ര്യം. ഹല്ലേലൂയ. പൗലോസ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് അതിനോട് ചേർന്ന് ഒരു വാക്യം കൂടി വായിക്കുവാനുണ്ട്. ഞാൻ ആ വാക്യം കൂടി ഒന്ന് വായിപ്പിച്ചിട്ടിലേക്ക് മടങ്ങി വരാം. ഇനി 2 കൊരിന്ത്യ ലേഖനം തന്നെ 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അതിന്റെ 23 മുതൽ 28 വരെയുള്ള വേദഭാഗം. 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 മുതൽ 28 വരെ. ഞാൻ തന്നെ ബുദ്ധിപൂർവമായി സംസാരിക്കുന്നു. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി. അവിടെ ഒന്ന് നിർത്തണേ. ഇവിടെ പൗലോസ് പറയുകയാണ്, തന്റെ ജീവിതത്തിൽ ബുദ്ധിഭ്രമത്താൽ പറയുകയാണോ? താൻ ഒരു കാര്യം അവിടെ താൻ ഒരു കാര്യം പറയുക. ഒന്ന് നിർത്തണേ. ഹല്ലേലൂയ. ഞാൻ ഇതൊന്ന് പറഞ്ഞിട്ട് തുടർന്ന് വായിപ്പിക്കാം. പൗലോസ് ഇവിടെ പറയുകയാണ്, തന്റെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരോ അവരെ നോക്കിയിട്ട് പറയുക, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധ്വാനിച്ചു. അപ്പോ കർത്താവിന് വേണ്ടി അത്യധികം അധ്വാനിച്ച പൗലോസ് തന്റെ ജീവിത അനുഭവം വിളിച്ചു പറയുമ്പോൾ, ഇന്ന് എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട്
ആമേൻ, ക്രിസ്തുവിനോട് കൂടി അവന്റെ മഹിമയിൽ ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ള താല്പര്യത്താലാണ് പ്രിയപ്പെട്ടവരെ ഈ വാക്യം പൗലോസ് തന്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മളെ ഉറപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനു മുൻപേ 6-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ജീവിതത്തിൽ ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നുപോയി. ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, കലഹം, അധ്വാനം, ഉറക്കളപ്പ്, പട്ടിണി, എല്ലാം കർത്താവിന് വേണ്ടി അനുഭവിച്ചു. ഇത് അനുഭവിച്ച പൗലോസ് പറയുക, ഇന്നത്തെ എത്ര ഭക്തന്മാര്, എത്ര അപ്പോസ്തലന്മാര്, എത്ര സുവിശേഷകന്മാര് ഇതിന് മനസ്സ് വെക്കും? ഇന്ന് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ കർത്തുദാസന്മാരെ ജയിലിൽ അടക്കുകയാണ്. എത്രയോ കഷ്ടതയിലൂടെ അവർ കടന്നു പോകുന്നു, എത്രയോ പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷ മാർഗം കഷ്ടതയുടെ മാർഗമാണ്. ആമേൻ. കഷ്ടതയിലൂടെ മാത്രമേ ആമേൻ സ്വർഗരാജ്യത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്, അതിലൂടെ എത്തപ്പെടണം. വളരെ പ്രതികൂലമാ, വളരെ പ്രശ്നമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ, അരിഷ്ടിത അവസ്ഥ. വളരെ വേദനയോടെ, ഭാരത്തോടെ ആയിരിക്കണം. പൗലോസ് ദിനം പ്രതി ഉറക്കളച്ചത് എന്തിനു വേണ്ടിയാണ്? സുവിശേഷത്തിന്റെ ആമേൻ അഭിവൃദ്ധിക്ക് വേണ്ടി അഹോരാത്രം അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു. ഇന്നത്തെ ഭക്തന്മാർ ഉറക്കളച്ചിരിക്കും. ഞാൻ പറയട്ടെ, മൊബൈൽ തോണ്ടേണ്ടതിന് ഞാൻ ആത്മാർത്ഥതയിൽ നിന്ന് പറയട്ടെ, ഇന്ന് ഹല്ലേലൂയ ആത്മീയ അനുഭവം ശുഷ്കിച്ചുപോയി. കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ആത്മീയ അഭിവൃദ്ധി ഇന്ന് ജനത്തിന് ഇല്ലാതായി തീർന്നു. സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുമ്പോൾ ഇന്ന് സുവിശേഷം ഉപജീവന മാർഗമാക്കി മാറ്റുന്ന ഒരു കൂട്ടം സുവിശേഷകന്മാർ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാർത്ഥയിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ഹല്ലേലൂയ തന്റെ പ്രാണനെ വിട്ടുതരേണ്ടതിന് എന്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചുവെങ്കിൽ, പൗലോസ് 8-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം നയിക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്തെന്ന് നമുക്ക് വെളിപ്പെടുകയുള്ളൂ. പലപ്പോഴും ഈ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചെടുക്കുവാൻ നാം അഹോരാത്രം ഒരു പൗലോസിനെ പോലെ തന്റെ ജീവനെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന് എത്ര പേർ തയ്യാറാകും? കഷ്ടതയുടെ സുവിശേഷമൊന്നും ഇന്ന് ആർക്കും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എല്ലാവർക്കും വേണ്ടിയത് അനുഗ്രഹത്തിന്റെ സുവിശേഷമാ. ഞാന് ഇതിന്റെ അകത്ത് സഹോദരി ആമേൻ പ്രേയർ ലൈനിൽ സഹോദരി ശില്പിയുമായി സംസാരിച്ച് ചർച്ച എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വരും, ധാരാളം ആളുകൾ ഇപ്പോൾ വരുന്നു, രോഗസൗഖ്യത്തിന് വേണ്ടി വരും, അവരത് പ്രാപിച്ചെടുത്ത് മടങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ചില മെറ്റീരിയൽ ബ്ലെസ്സിങ്സിന് വേണ്ടി അല്ല ഇന്ന് ദൈവസഭയിൽ കടന്നു വരേണ്ടത്. യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കേണ്ടത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്തെന്ന് മനസ്സിലാക്കേണ്ടതിന്. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ കഴിയാത്തവർ ദൈവത്തിനുള്ളവരല്ല. ദൈവാത്മാവിന് നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടും. ഈ ശരീരം ദൈവം വസിക്കുന്ന ആലയമാ. ഇത് ദൈവം വസിക്കുന്ന ആലയമെങ്കിൽ ഈ ആലയത്തിൽ വസിക്കുന്ന ദൈവാത്മാവ് പറയുന്ന വഴിയിലൂടെ നമ്മുടെ ജീവിതം നയിക്കപ്പെടണം. ഇന്ന് ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ചാണോ? അങ്ങനെയെങ്കിൽ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ ജഡത്തിന്റെ പ്രവർത്തികളാ. അവിടെ കഷ്ടവും പ്രയാസവും ദാരിദ്ര്യവും ഉറക്കളപ്പും ഒന്നും നടക്കത്തില്ല. കർത്താവിന് വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത്, ഞാൻ പെന്തക്കോസ്തിൽ വരുന്നതിന് മുൻപ് ധാരാളം ഓൾ നൈറ്റ് പ്രയറുകൾ ഇരുന്നിട്ടുണ്ട്.
ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ രാത്രി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാ, കരഞ്ഞു പ്രാർത്ഥിക്കും. ദൈവമേ, ഞങ്ങൾ അന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സിനിമാശാലകളൊക്കെ ആരാധനാലയങ്ങളാക്കി മാറ്റണമേ, ആ കള്ള് ഷാപ്പുകളൊക്കെ ആരാധനാലയങ്ങളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിച്ച പല പ്രാർത്ഥനകൾക്കും ഇന്ന് ധാരാളം മറുപടികൾ കാണുന്നുണ്ട്. ഇന്നിതൊന്നും കാണാനില്ല. പിന്നീടത് മിഡ് നൈറ്റ് പ്രെയർ ആക്കി. ഇന്ന് എത്ര സഭകളിൽ രാത്രി മുഴുവനും പ്രാർത്ഥനകളുണ്ട്, കാത്തിരിപ്പ്. ഹല്ലേലൂയ. യോഗം വെക്കും. ഞാൻ പറയട്ടെ, അത് ഞങ്ങൾ കളിയാക്കുന്ന ഉച്ചവരെ എന്നാ. രാത്രി ഉച്ചവരെ 12 മണി. ആർക്കും ഉറക്കളയ്ക്കാൻ മേലെ, പ്രഷറ്, ഷുഗറ്, ഡയബറ്റിക്, എല്ലാ അസുഖങ്ങളും കൂടി. നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറിപ്പോയി, നമ്മുടെ ആത്മീയത മാറിപ്പോയി. എന്തിനേറെ ഇന്ന് ദൈവരാജ്യത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് ദർശനമില്ലാത്തവരായി ജീവിക്കുക. എത്ര പേർ എത്ര പേർ എത്ര പേർ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നു. പൗലോസ് തന്റെ അനുഭവം ഇവിടെ പങ്കുവെക്കുകയാണ്. ജീവിതത്തിൽ അപകീർത്തികൾ, നമ്മെക്കുറിച്ച് ആരെങ്കിലും മാറി നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പിന്നീട് ചോദിക്കാൻ പോകും, പിന്നെ അത് വലിയ വിഷയമാകും, സഭ ഇട്ടിട്ട് പോകും, ദേശം വിട്ടുപോകും. ആമേൻ. പിന്നെ കണ്ടാൽ ആരുമായിട്ട് മിണ്ടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് സ്നേഹമില്ല, സമാധാനമില്ല, ദൈവസഭകളിൽ സ്വസ്ഥതയില്ല, വമ്പ് പറയുന്നവരായി മാറുന്ന അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറണം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരായി മാറണം. അങ്ങനെയുള്ളവർക്ക് വരുവാനിരിക്കുന്ന തേജസ്സിനെ ഓർക്കാൻ കഴിയും. ഇന്ന് വരെ അത് വെളിപ്പെട്ടിട്ടില്ല, അത് വെളിപ്പെടും. ഞാൻ ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ദൈവാത്മാവ് പറയുന്നത്, ആമേൻ, നമുക്ക് വായിക്കാം. ആ 2 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായം, അതിന്റെ വാക്യങ്ങളാണല്ലോ നാം വായിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ 23 മുതൽ 28 വരെയുള്ള വേദഭാഗമാണല്ലോ. അതിന്റെ അകത്ത് ഇപ്രകാരം പൗലോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ബുദ്ധിഭ്രമം സംഭവിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ പറയട്ടെ, തന്റെ ആത്മാവിന്റെ എരിവ് കൊണ്ടാണ് താൻ നമ്മെ ഇത്രമാത്രം അന്ന് കൊരിന്ത്യ വിശ്വാസികളെയും ഓർമ്മിപ്പിക്കുന്നു, റോമ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുന്നു, ഇന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു. എന്താണ് താൻ തന്റെ ജീവിതത്തിൽ പറയുക? തന്റെ ജീവിതം പല പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി. യഹൂദന്മാരാൽ ഞാൻ 1 കുറയെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നിവ, ഹല്ലേലൂയ, അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കുമുണ്ട്. നോക്കിക്കേ, ആത്മഭാരത്താൽ നിറയപ്പെട്ടവൻ. ഇവിടെ ഞാൻ വായിച്ചപ്പോൾ ഇതെല്ലാം വിവരിച്ചാൽ ഇന്ന് നമുക്ക് സമയം കിട്ടുകയില്ല. ഞാൻ വളരെ വേഗം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ പൗലോസ് പറയാ, പലവട്ടം ഉറക്കളപ്പ്. എനിക്ക് ആമേൻ, ചില രാത്രികളിൽ ഒട്ടും ഉറക്കം ലഭിക്കാറില്ല. ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക സമയങ്ങളിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ശരീരം ബലഹീനമാകും. എന്നാൽ ഞാൻ പറയട്ടെ, പൗലോസ് അടികൊണ്ടു, കള്ളന്മാരാലുള്ള ആപത്ത്,
ആമേൻ. അവിടെ താൻ എടുത്തു പറഞ്ഞിട്ട് സ്വന്തം ജനത്താലുള്ള ആപത്ത് എനിക്കിത് വളരെ സങ്കടമുളവാക്കി. എൻ്റെ ദൈവമേ, കള്ളന്മാരാലുള്ള ആപത്ത് നമുക്ക് സഹിക്കാം. ആമേൻ. സുവിശേഷ വിരോധികളാലുള്ള സങ്കടങ്ങൾ, ആമേൻ, ആ ആ ആ ആ ആ ആപത്ത് സഹിക്കാം, അല്ലേ? തൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവം സഹിക്കാം. എന്നാൽ പറയുകയാണ് സ്വന്തം ജനത്താലുള്ള, ഹല്ലേലൂയ, ആപത്ത്. അത് ഞാൻ ചിന്തിക്കുക, ഇന്നത്തെ അനുഭവം അത് തന്നെയാ. സ്വന്തം സഭകളിലെ വിശ്വാസികൾ, ഒരു വിശ്വാസി ഉയരുന്നത് മറ്റൊരു വിശ്വാസിക്ക് ഇഷ്ടമല്ല. ഒരാൾ ആത്മാവിൽ ആരാധിക്കുന്നത് കണ്ടാൽ നോക്കുത്തിയെ പോലെ അവരെ നോക്കി നിൽക്കും. ഒരാൾ പ്രവചനാത്മാവിൽ നിറഞ്ഞാൽ അവരെ മാറി നിന്ന് ദുർവ്യാഖ്യാനിക്കും. ഒരാൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരെ വല്ല വിധേനെ നിരുത്സാഹപ്പെടുത്തി പുറകോട്ട് വലിക്കും. ഇതാണ് സ്വന്തം ജനത്താലുള്ള ആപത്ത്. ഒരിക്കലും ഉയരുവാൻ അനുവദിക്കത്തില്ല. ഇന്ന് അതിന് പച്ചയ്ക്ക് പറഞ്ഞ തൊഴുത്തിൽ കുത്തെന്ന് പറയും, അല്ലേ? സ്വന്തം സഭയ്ക്കൊക്കെ തിരുന്നോണ്ട് അന്യോന്യം കുത്തും, മുറിപ്പെടുത്തും, മത്സരിക്കും. മത്സരികളായി ആഭിചാര ദോഷം പോലെയാ മത്സരം. പുറത്തുനിന്നൊന്നും ആരും ഒന്നും വന്ന് ചെയ്യണ്ട. അകത്ത് ദൈവസഭയ്ക്കകത്തിന്ന് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക. തേജസ്സിന്റെ, വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഘനം അവർക്ക് അറിയത്തില്ല. അറിയാമെങ്കിലും ഒന്നും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുക, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. തന്റെ ജീവിതത്തിൽ അനുഭവിച്ച ലിസ്റ്റാണ് പറഞ്ഞത്. ഇത് ഓരോന്നെണ്ണി പറഞ്ഞാൽ നമ്മിൽ എത്ര പേർ ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെ പോകുന്നു. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ പല ദൈവദാസന്മാർ കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, 2 നൺ സിസ്റ്റേഴ്സിനെ ഛത്തീസ്ഗഡിൽ ജയിലിലാക്കി. അവർക്ക് ബെയിൽ ലഭിച്ചു, അവർക്ക് ജാമ്യം ലഭിച്ചു, അവർ പുറത്തു വന്നു. എന്നാൽ എത്രയോ ദൈവദാസന്മാർ ജയിലിൽ കഴിയുന്നു. ആരുണ്ട് അവർക്ക് വേണ്ടി വാദിക്കുവാൻ? ആരുണ്ട് അവർക്ക് വേണ്ടി ഒന്ന് പോയി അവർക്കൊരു ജാമ്യം കൊടുക്കുവാൻ? അവിടുത്തെ ലോക്കൽ ദൈവദാസന്മാർ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി എത്ര കഷ്ടം സഹിക്കുന്നു. കഴിഞ്ഞ ഒരു ദിവസം ഛത്തീസ്ഗഡിൽ നമ്മുടെ പ്രേയർ ഗ്രൂപ്പിലുള്ള സഹോദരി പറഞ്ഞല്ലോ, ഒരു ചെറുപ്പക്കാരന്റെ തല ഛേദിച്ചിട്ട് അവൻ വയലിൽ ഉടൽ വലിച്ചെറിഞ്ഞു, മറ്റെവിടെയോ കൊണ്ടേ തന്റെ ശിരസ് കൊണ്ടിട്ടു. തൻ കർത്താവിനെ ഉപേക്ഷിക്കാത്തതിന്റെ പേരിൽ 2 കുഞ്ഞുകുട്ടികൾ. എത്ര വാർത്താ മാധ്യമങ്ങൾ അത് പുറത്തു കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് മൗനമായിരിക്കരുത്. പൗലോസ് പറയുക, ദിനം പ്രതി ദൈവസഭയെ കുറിച്ചുള്ള ഭാരം തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് എത്ര പേർക്ക് ഭാരമുണ്ട്? എത്ര പേർ കണ്ണീരൊഴുക്കുന്നു? ഇന്ന് സ്വന്തം ജനത്താലുള്ള അനുഭവം പൗലോസ് പറഞ്ഞുവെങ്കിൽ, 4 പുറത്തു നിന്നും താൻ ഒരുപോലെ സുവിശേഷത്തെ പ്രതി കഷ്ടം അനുഭവിച്ചെങ്കിലും താൻ പിന്മാറിയില്ല. താൻ വരുവാനിരിക്കുന്ന തേജസ്സിന്റെ ഘനം മനസ്സിലാക്കി, തന്നിൽ വെളിപ്പെടുവാനുള്ള ദിവ്യ തേജസ് എന്തെന്ന് മനസ്സിലാക്കി. ക്രിസ്തു ആരെന്ന്, ക്രിസ്തുവിന്റെ തേജസ് എന്തെന്ന് തന്റെ ജീവിതത്തിൽ തനിക്ക് മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ചു. ഇന്നത്തെ പല ദൈവ മക്കളെന്ന് അഭിമാനിക്കുന്നവർക്കും ഇത് തിരിച്ചറിയുവാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാൻ കഴിയാത്തത്. ഈ 8-ാം അധ്യായം, ഹല്ലേലൂയ, പഠിക്കുമ്പോൾ പൗലോസ് പറയുന്നു, 1-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ എനിക്കുള്ളവൻ, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവിനുള്ളവരല്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലാണോ? ചിന്തിച്ചോ. ഇപ്പോൾ കർത്താവ് വന്നാൽ നാം അവനോടുകൂടി എടുക്കപ്പെടുമോ? ഇല്ല. നമ്മുടെ മരണം അടുത്ത നിമിഷമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നാം എത്ര പേർ
ഹല്ലേലൂയ, ക്രിസ്തുവിനോടുകൂടി ആയിരിക്കും. ഇവിടെ പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുകയാണ്, തന്റെ ജീവിതത്തിൽ ജഡത്താലുള്ള ബലഹീനത നിമിത്തം ഹല്ലേലൂയ ന്യായ പ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപനിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷാവിധി വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതിന് ഈ ജഡത്തിന് ശിക്ഷാവിധി കൊടുക്കാൻ ആമേൻ ദൈവത്തിന് അധികാരമുണ്ട്. എന്നാൽ അതിൽ നിന്നും താൻ സ്വയം നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ താൻ ഏറ്റെടുത്ത് കാൽവരി ആമേൻ കുലക്കളത്തിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി പരമയാഗമായി തീർന്നു. എന്റെ കർത്താവ് എനിക്കും നിനക്കും വേണ്ടി കഷ്ടം അനുഭവിച്ചു. തന്റെ പുറം ഉഴവിച്ചാല് പോലെ അടിച്ചു കീറി, തന്റെ മുഖത്തടിച്ചു, കന്നത്തടിച്ചു, മുഖത്തെ രോമങ്ങൾ ഓരോന്നും പിഴുതെടുത്തു. എനിക്ക് നിങ്ങൾക്കും വേണ്ടി അവൻ തുപ്പലേറ്റു, നിന്നയേറ്റു. പ്രിയപ്പെട്ടവരെ, തന്റെ ക്രൂശിനോട് ചേർന്ന് നിന്ന് പൗലോസും കഷ്ടങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് പൗലോസ് പറയുക, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും. മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടി. ഹല്ലേലൂയ. ഇല്ല, നാം ജീവനോടെ ഇരിക്കുമ്പോഴാണ് ആമേൻ കർത്താവ് വരുന്നതെങ്കിൽ നാം അവനോടുകൂടി എടുക്കപ്പെടും. നമുക്ക് പ്രത്യാശയുണ്ടോ? ഒരുപക്ഷെങ്കിൽ പറയും, ആമേൻ, പറന്നിടും ഞാൻ മറുരൂപമായി പരനേശുരാജൻ സന്നിധവും. പാട്ടുപാടും, ഭക്തന്മാർ എഴുതി വെച്ചത് പാടും. എന്നാൽ എത്ര പേർക്കത് സാധ്യമാകും? എനിക്ക് നിങ്ങൾക്കും അത് സാധ്യമായില്ല എങ്കിൽ ഇത്രയും നാൾ നാം നയിച്ച ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥമെന്ത്? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് സത്യസുവിശേഷമായി ഈ 8-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ ഏൽപ്പിച്ചു കൊടുക്കേ. മാത്രമല്ല, അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വെളിപ്പെടുവാൻ ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ധാരാളം സമയങ്ങൾ, ഹല്ലേലൂയ, ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പൗലോസ് തന്റെ ജീവിതത്തിൽ ആ തേജസ് പ്രാപിച്ചെടുക്കേണ്ടതിന് ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സകലവും ആമേൻ ചപ്പും ചവറും ഛേദവും എന്നെണ്ണി. നമുക്കറിയാം പൗലോസിനെ പറ്റി. ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ചവൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ആമേൻ, താനെ ഹല്ലേലൂയ ഈ 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, അല്ലേ? ബെന്യാമിൻ ഗോത്രക്കാരൻ, ഹല്ലേലൂയ, പരീശന്മാരിൽ ജനിച്ച പരീശൻ. മാത്രമല്ല, തൻ 2 പൗരത്വമുള്ളവൻ. ഹല്ലേലൂയ. തന്റെ ജീവിതം ഇത്രമാത്രം, ഒരു കപ്പൽ പ്രമാണിയുടെ മകൻ, തന്റെ ജീവിതം ഇത്രമാത്രം സുരക്ഷിതമായ അനുഭവത്തിൽ നയിക്കപ്പെട്ടവനായിരുന്നവൻ ഇത്രമാത്രം അരക്ഷിതമാകുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമെന്ത്? ക്രിസ്തുവിനെ പ്രതി തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന നന്മകളെയും അനുഗ്രഹങ്ങളെയും താൻ അടിയറ വെച്ചിട്ട് ക്രിസ്തു നിമിത്തം സകലവും ഛേദമൻ നിന്നെ ആമേ ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തനിക്കൊരു സന്തോഷ വാർത്ത നമ്മോട് പറയുവാനുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ച കഷ്ടങ്ങളൊക്കെ ഞാൻ മറക്കുക. ഈ 8-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുക, എന്നിൽ വെളിപ്പെടുവാൻ ഒരു തേജസ് ഉണ്ട്. അവിടെ പറയുന്നു എന്നിൽ നിന്നല്ല, നമ്മിൽ. അപ്പോൾ അവിടെ താൻ റോമാ വിശ്വാസികളെ നോക്കി പറയുമ്പോൾ ഇന്ന് എന്നോടും നിങ്ങളോടും കൂടിയാ പറയുന്നത്, നമ്മിൽ ഒരു തേജസ് വെളിപ്പെടുവാനുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ക്രിസ്തുവിനെ പ്രതി കഷ്ടം അനുഭവിച്ചിട്ട് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ. നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിന്ദകളും അത് ഇന്നെന്ന പോലെ മാറും. ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്കും ഭാരങ്ങൾക്കും ഒരു മാറ്റം വരുത്തുവാൻ എന്റെ കർത്താവ് വെളിപ്പെടുവാൻ കാലമെടുത്തിരിക്കുകയാണ്.
എന്റെ കർത്താവ് അതിവേഗം വരും. പൗലോസ് എന്നിട്ട് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ആ തേജസ്, കർത്താവ് തേജസ് വാരി ഉടുത്തവനാ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വന്നാൽ എന്റെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, വെള്ളോട്ടിൻ സമമായ പാദങ്ങൾ ഉള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. ഹല്ലേലൂയ. കണ്ണാൽ ആളല്ലാത്ത രൂപമായി എനിക്ക് നിങ്ങൾക്കും വേണ്ടി വിരൂപിയായി മാറിയെങ്കിൽ, വെണ്മയും ചുമപ്പുമുള്ളവൻ, 10,000ങ്ങളിൽ സുന്ദരൻ, അതിശ്രേഷ്ഠനായവൻ വിളിച്ചു ആമേൻ പറയുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. പൗലോസ് പറയുക, ആ തേജസ് വിചാരിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യ ലേഖനം അതിന്റെ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പൗലോസ് നമ്മെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2 കൊരിന്ത്യ ലേഖനം ആമേൻ അതിന്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഞങ്ങളുടെ ഞാൻ ഒന്ന് വായിച്ച് ഞങ്ങളെ കേൾപ്പിക്കാൻ പെട്ടെന്ന്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിച്ചിട്ട് അതിലേക്ക് വരാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. എടുത്തവർ പെട്ടെന്നൊന്ന് വായിച്ചാട്ടെ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. എടുത്തു. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് കൂടെ സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. ആമേൻ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയും, നാം ഇപ്പോൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു, ദൈവമക്കളായി തീർന്നു. അത് നമുക്കറിയാം, ദൈവമക്കളാണേ എന്നുള്ളത്. അങ്ങനെയെങ്കിൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെയും പ്രത്യക്ഷമായിട്ടില്ല. നമുക്കറിയാം നാം കർത്താവിനോട് കൂടി ആയിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിൽ നമുക്കറിയാം നാം അവനോടുകൂടി ഇരിക്കും. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുകയാണ്, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് നാം അറിയുന്നു. അപ്പോൾ കർത്താവിനോട് സദൃശ്യന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. കർത്താവിനെ പോലെയാകും, കർത്താവിനെ പോലെയാകും അവൻ താൻ ഇരിക്കുന്നത് പോലെ. എങ്ങനെയാ കർത്താവ് ഇരിക്കുന്നത്? ഇത് പൗലോസിന് വെളിപ്പെട്ടതാ. ദമസ്കോസിന്റെ പടിവാതിക്കൽ അല്ലേ പൗലോസിന് ദർശനം കിട്ടി. പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആ മഹാ മനുഷ്യൻ വിളിച്ചു പറയുക, ഇത്ര ലോകത്തിലെ കഷ്ടങ്ങൾ, ഈ പ്രയാസങ്ങൾ ഒക്കെ ഞാൻ അനുഭവിച്ചാലും ഇത് വെളിപ്പെടുവാനുള്ള ഒരു തേജസ് എനിക്കുണ്ട്. എന്റെ കർത്താവ് അവൻ ഇരിക്കും പോലെ വെളിപ്പെടുമ്പോൾ ഞാൻ അവനെ പോലെ ആകുന്ന ഒരു സുദിനം എന്റെ മുൻപിൽ ഉണ്ട്. അതുകൊണ്ട് ഈ കാലത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഏതുമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ആ വാക്കൊക്കെ എടുത്തു പഠിച്ചാൽ ഒത്തിരി കാര്യം പറയാനുണ്ട്. എണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തന്നെ എന്ന് ഞാൻ അങ്ങ് അംഗീകരിക്കുന്നു. നമ്മളാണേലോ, ഇന്നത്തെ വിശ്വാസികളാണെങ്കിലോ ഇത്രയും കഷ്ടമൊക്കെ വരുമ്പോ പറയും, ഈ ദൈവമോ, ഇങ്ങനൊരു ദൈവമുണ്ടോ? അല്പം ഒന്ന് നിന്ന കേട്ടാ മതി, ഇങ്ങനൊരു ദൈവം ഉണ്ടോ? ഞാൻ ഒരു ദൈവദാസന്റെ വായിൽ നിന്ന് കേട്ടതാ, ഇങ്ങനൊരു ദൈവം ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം പോയി ഭയങ്കര പ്രസംഗമാ. പോക്കറ്റിൽ വല്ലതും വീണാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയുള്ളവർ ഈ മാർഗം വിട്ടേക്കണം. ദൈവമക്കളെ, കഷ്ടത, ഹല്ലേലൂയ, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിയണം. ഈ പ്രത്യാശയാണ് നമുക്ക് വേണ്ടിയത്. അതാണ് പൗലോസിന് ഉണ്ടായിരുന്നത്.
നമുക്കില്ലാത്തതും പൗലോസിനുണ്ടായിരുന്നതുമായ ഒരു കാര്യമാണ്. അപ്പോൾ പൗലോസ് പറയുക, എനിക്ക് വെളിപ്പെടുവാനുള്ള ഒരു തേജസ്, നമുക്ക് വെളിപ്പെടുവാനുള്ള ഒരു തേജസ്, അതാണ് ഇന്നതാ, ആ വരുവാനിരിക്കുന്ന ദിവസത്തിൽ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകുമെന്ന് അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവനോട് സദൃശ്യരാകും. പ്രത്യാശയുണ്ടോ? സന്തോഷമുണ്ടോ? ഹല്ലേലൂയ! ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ. അതുകൊണ്ട് പൗലോസിന് ഇവിടെ പറയാൻ, നമ്മിൽ വെളിപ്പെടുവാനുള്ള ഒരു തേജസ്. ഹല്ലേലൂയ! അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് നിരാശയിലായിരിക്കുന്നു, കർത്താവിനെ അറിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വാ, വേഗം മടങ്ങി വാ. ഹല്ലേലൂയ! നമുക്കൊരു തേജസ് വെളിപ്പെടുവാനുണ്ട്. അത് കാലങ്ങൾ കഴിയും മുൻപേ കർത്താവ് വെളിപ്പെടുത്തും. മാത്രമല്ല, ആമേൻ, ഈ തേജസ് ഭൂമിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവമക്കളെ കണ്ടാൽ വ്യത്യാസം. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. ആമേൻ. എൻ്റെ ലാപ്ടോപ്പിന്റെ ചാർജും തീർന്നു. പ്രൈസിലെ മുന്നറിയിപ്പ് നൽകി. അതുകൊണ്ട് ആമേൻ, 2 കൊരിന്ത്യർ 3:18 ഞാൻ തന്നെ വായിക്കാം. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം കാണുന്നത് പോലെ, നമ്മുടെ പ്രാണപ്രിയനെ പോലെ നാമുമായി തീരും. തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചു നാം അവനെ പോലെ ആയി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആകയാൽ അവനോട് അനുരൂപമാകണം. ഞാനൊരു പാട്ട് എഴുതിയിട്ടുണ്ട്, സ്തോത്രം. ആമേൻ. എനിക്ക് എൻ്റെ സന്തോഷത്താൽ നിറഞ്ഞ്, അതിൻ്റെ മുഴുവൻ വരികളൊന്നും പാടാൻ പറ്റിയില്ല. ഞാൻ ഇങ്ങനെ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ എന്നിലേക്ക് വന്നു, അങ്ങനെയെങ്കിൽ ഞാൻ അവനെ പോലെ ആയിത്തീരുവാൻ, അവനോട് അനുരൂപമാകുവാൻ ഇടയാകുമ്പോൾ അനുരൂപമായി അവനെ കാണും എന്നാണ്. സ്തോത്രം. ദൈവമക്കളെ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ അവനോട് അനുരൂപമാക്കുവാൻ നമ്മെ ചില കഷ്ടതയിലൂടെ കടത്തിവിടുമ്പോൾ, ചില പ്രയാസങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ, തീയിൽ എന്ന പോലെ പൊന്നു ശോധന ചെയ്യപ്പെടുമ്പോൾ, അത് വിലയേറിയതായി മാറും പോലെ നാമും വിലപ്പെട്ട അവസ്ഥയിലേക്ക് എത്തപ്പെടുവാൻ നമ്മെ കടത്തിവിടുന്ന പ്രോസസ്സിങ്ങിൽ ക്ഷമയോടെ ആയിരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരനുഭവമായി മാറട്ടെ. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ് കണ്ണാടിയിൽ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും, ഹല്ലേലൂയ, ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഈ പ്രത്യാശയുള്ളവർ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതിയാൽ ഈ ഒരൊറ്റ വാക്യമേ നമുക്ക് ചിന്തിപ്പാൻ കഴിഞ്ഞുള്ളൂ. ദൈവം അനുവദിച്ചാൽ നമുക്ക് 8-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നാളെ ചിന്തിക്കാം. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഈ ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെ ജയിക്കുവാൻ, ഹല്ലേലൂയ, ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഇന്ന് നാം നേരിടുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ, ചെറുതും വലുതുമായ ബുദ്ധിമുട്ടുകൾ, ചെറുതും വലുതുമായ നിരാശകൾ, ചെറുതും വലുതുമായ കടഭാരങ്ങൾ ഒക്കെ മാറിയിട്ട് നമ്മെ, ഹല്ലേലൂയ, അവനോടൊത്താക്കും. അതുകൊണ്ട് ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ പിന്മാറ്റരുത്. അതാണ് തന്റെ അനുഭവം. കഷ്ടതയും പട്ടിണിയും ഉപദ്രവവും ദാരിദ്ര്യവും ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പൗലോസിനെ മാറ്റുവാൻ സാധിച്ചില്ല. കള്ളന്മാരുള്ള ആപത്ത്, സ്വന്തം ജനത്താലുള്ള ആപത്ത്, ഹല്ലേലൂയ, എത്ര കാര്യങ്ങൾ വായിച്ചു. ആമേൻ. നിങ്ങൾ തനിച്ച് വായിച്ച് ധ്യാനിച്ചാൽ മതി. സമയത്തിന്റെ പരിമിതിയാൽ ഞാൻ ഇവിടെ നിർത്തട്ടെ. ആമേൻ. തന്റെ സാക്ഷ്യം താൻ പറഞ്ഞു. അതുകൊണ്ട് ആമേൻ, താൻ അവയിലൊന്നും, ആ കഷ്ടങ്ങളിലൊന്നും, ഹല്ലേലൂയ, കുടുങ്ങിപ്പോകാതെ, അത് വലുതായി എണ്ണാതെ, സാരമില്ല എന്ന് എണ്ണിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? വരുവാനിരിക്കുന്ന തേജസ്,
ഭാവിയിൽ ഉള്ള ഒരു തേജസ് തനിക്ക് വേണ്ടി വെളിപ്പെടും. ഈ 8-ാം അധ്യായം 18 മുതൽ 30 വരെ നാം വായിക്കുമ്പോൾ ഭാവി തേജസ്സിനെ കുറിച്ചാണ് പൗലോസ് ആമേൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത ലൈവിൽ നാളെ ദൈവം അനുവദിച്ചാൽ നമുക്ക് ഒരുമിച്ച് കാണാം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വാട്സപ്പിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. പൗലോസ് പറഞ്ഞതുപോലെ, പൗലോസ് സഹിച്ചതുപോലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടുകളിലും കൂടുതൽ വളരെ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് മാത്രമേ നാം അനുഭവിച്ചിട്ടുള്ളൂ. എന്നാലും വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ താൻ സഹിച്ച കഷ്ടതകൾ വെറും നിസാരമായിട്ടാണ് താൻ കരുതിയത്. അതുകൊണ്ട് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന തേജസ്സിനെ വിചാരിച്ചുകൊണ്ട് കഷ്ടങ്ങൾ ഏതുമില്ല എന്നെണ്ണി മുന്നേറുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.